വാഷിംഗ് മെഷീൻ വൃത്തിയാക്കാൻ എങ്ങനെ ഊരുക എന്ന് നോക്കാം. സ്ക്രൂ ഡ്രൈവർ എടുത്ത് തിക്കിയ ആദ്യത്തെ അടപ്പ് ഊരിപ്പോരും. ആദ്യത്തെ അടപ്പ് ഊരുമ്പോൾ തന്നെ നല്ല ചളി ഉണ്ടാവും. രണ്ടാമത്തെ അടപ്പും ഇതുപോലെ തിക്കിയിട്ട് ഊരിയെടുക്കുക. ചളി കാരണം സ്ക്രൂ കാണാനില്ല. സ്ക്രൂ കാണാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കഴുകി ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ആ സ്ക്രൂവിനെ ഊരിയെടുക്കുക. അതിന് ശേഷം ഒരുപോലെ പൊക്കിയിട്ട് ഒരു ഷെയ്ക്കാക്കി എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് വാഷിംഗ് മെഷീൻ വൃത്തിയാക്കണം നല്ലതാണ്. നല്ല ചളി ഉണ്ടായിരുന്നു, നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി ഗ്രീസൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ വാഷറും ബുഷും കേടുവരാതെ എടുത്ത് വൃത്തിയാക്കിയിടുക. അത് കേട് വന്നു കഴിഞ്ഞാൽ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോകും. അത് നല്ലോണം ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ലോണം ഗ്രീസ് തേച്ചിട്ട് കൊടുക്കുക. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്തും ഗ്രീസ് തേച്ച് കൊടുക്കുക. ഈ വാഷിംഗ് മെഷീനാണ് ഊരുന്നെങ്കിൽ ഗ്രീസ് വേണ്ടി വരില്ല. ഒരു കൊല്ലത്തിലോ 2 കൊല്ലത്തിലോ കൂടുമ്പോഴെങ്കിലും അയച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ കുറേ കാലം ഉപയോഗിക്കാം. ഗ്രീസ് ഇല്ലെങ്കിൽ പഴയ വാസലിൻ ആയാലും മതി. വാസലിൻ ഏതായാലും അത് ഉപയോഗിക്കാം. സ്ക്രൂ കറക്റ്റ് ടൈറ്റ് ചെയ്യുക. കറക്റ്റ് ഇറങ്ങിയിരുന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഊരിയ അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഐറ്റംസുകൾ കപ്പുകളൊക്കെ തിരിച്ചിടുക. അതൊക്കെ സിമ്പിളായിട്ട് തന്നെ ഇടാം. അതുകൊണ്ട് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഇറങ്ങിപ്പോകും. അതിൻ്റെ എല്ലാ കവറും ഇടണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.